ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതൊന്ന് എടുത്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്ര വലിയ വീഡിയോ ഒന്നുമില്ല, അത്രക്കാരൊന്നും കാണിക്കുന്നുമില്ല. അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവളോട് ടാറ്റ എന്നൊക്കെ പറയണം. മൂത്ത മോൻ അങ്ങ് മുന്നിലേക്ക് പോയിക്ക് അങ്ങ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ മോനും ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇളയ മോൻ അച്ഛനെ വിട്ട് പോരും, ഭയങ്കര വിഷമം. ടാറ്റ ഉമ്മയെല്ലാം കൊടുത്തുകൊണ്ടാണ് വന്ന്, ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ മൂത്ത മോൻ ഒരു ചുവന്ന വേഗിട്ട കണ്ടില്ലേ, മുന്നിലേക്ക് പോയി. ത്രില്ലിലാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. മോൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തെ റോഡിൽ ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. ഓട്ടോയിലാണ് പോകുന്നത്. ഇന്നങ്ങനെ മഴയൊന്നുമില്ല. ഒന്നാം ഓണത്തിനും രണ്ടാം ഓണത്തിനൊക്കെ നല്ല മഴയാണ്. ഇന്ന് ഓണം കഴിഞ്ഞപ്പോൾ മഴയും പോയി. ഏകദേശം നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് പോവുകയാണ്. വീടിൻ്റെ സൈഡിൽ വീടിൻ്റെ താഴെയുള്ള റോഡിലൂടെയാണ് നടന്നു പോകുന്നത്. അവിടെ ഓട്ടോ നിൽക്കുന്നുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. എൻ്റെ വീടിന് പിന്നെ അത്ര ദൂരമൊന്നുമല്ല. എൻ്റെ വേളം കുറ്റിയാടിയാണ് എൻ്റെ വീട്. പക്ഷെ അത്ര ദൂരമില്ല. ഒരു ജീപ്പിന് വന്ന് ഒരു 20 ഉറുപ്പ്യ കൊടുത്താൽ വീടെത്തി. പിന്നെ സൈക്കിളും കൊണ്ടെല്ലാം വരുന്നതാണ്, വേഗം എത്തും. അത്ര ദൂരമൊന്നുമല്ല എന്നെ കല്യാണം കഴിച്ചത്. പക്ഷെ എൻ്റെ ചേച്ചിയാണ് ഉള്ളിയേരി കഴിച്ചത്. ഉള്ളിയേരിയാണ്, കുറച്ച് ദൂരെയാണ്. ഉള്ളിയേരി ബസ്സിലും ഒക്കെ പോകണം, കുറച്ച് ദൂരമുണ്ട്. എൻ്റെ കല്യാണം കഴിച്ച അത്ര ദൂരമില്ല. എന്നെ കല്യാണം കഴിച്ച് കുറ്റിയാടി മുണ്ടക്കുറ്റിയാണ്. എൻ്റെ സ്വന്തം വീട് കുറ്റിയാടി വേളം അവിടെയാണ്. പിന്നെ ഞാനും അമ്മയും പറഞ്ഞിങ്ങനെ തിരിച്ചുകൊണ്ട് പോകുന്ന അമ്മ ത്രില്ലില്ല. ഞങ്ങൾ 2 ദിവസമേ നിൽക്കൂ. സ്കൂൾ തുറക്കുന്നതല്ലേ തിങ്കളാഴ്ച, അതുകൊണ്ട് 2 ദിവസമേ നിൽക്കൂ. അമ്മ കുറേ ദിവസം 2 ദിവസം നിൽക്കരുത് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അങ്ങ് വന്നു. അപ്പോൾ ഓട്ടോ കയറി കേട്ടോ. ഓട്ടോയിലേക്ക് പോവുകയാണ്. പിന്നെ അതിനിടയിൽ ഒരാൾ നോക്കില്ല, താടിയും മീശയും വെച്ചിട്ട്, അതാണ് അച്ഛൻ. അച്ഛൻ വീഡിയോയിലൊന്നും അങ്ങനെ പിടിക്കുകയില്ല, അങ്ങനെ നിൽക്കുകയില്ല വീഡിയോയിലൊന്നും. ഫോട്ടോ എല്ലാം കഷ്ടിച്ച് പറഞ്ഞാൽ ഒന്ന് നിൽക്കൂന്നല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊന്നും നിൽക്കൂല അച്ഛൻ. ഒരു അച്ഛൻ നോക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ നോക്കുന്നില്ല. അങ്ങനെ ഒരു പണ്ടത്തെ മനുഷ്യന്മാർ അങ്ങനെയാണ്. വീഡിയോ ഫോട്ടോ ഒന്നും അധികം എടുക്കുന്നു, ഫോൺ കൊണ്ട് കളിക്കുന്നു, അത്ര ഇത് പിടുത്തില്ല മനുഷ്യന്മാർ. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു മനുഷ്യൻ അച്ഛൻ. അങ്ങനെ ഞാൻ ഓട്ടോയിൽ ഇങ്ങനെ പോവുകയാണ്. കുറ്റിയാടി കഴിഞ്ഞ് കേട്ടോ. കുറ്റിയാടിക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓരോ സാധനം എല്ലാം വാങ്ങുന്ന വീഡിയോ എടുക്കും, മറന്നുപോയി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അമ്മ മകൻ കഴിച്ച് എല്ലാം അടിച്ച് വരും നിൽക്കുന്ന. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ എന്നെ കണ്ടിട്ട്, വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഇനി തേപ്പൊക്കെ ഉണ്ട്, തേപ്പെല്ലാം കഴിക്കണം. പിന്നെ ഇതാണ് എൻ്റെ വീട്. പണിയും തേപ്പ് കഴിക്കണം, ജാലകപ്പുളമൊക്കെ വെക്കണമെന്നും വെച്ചിട്ടില്ല. പിന്നെ എന്നെ കണ്ടപ്പോൾ താഴെയുള്ളൊരു മാതാമ്മ ഉണ്ട്, തമാശക്കാരി. ഓരോ തമാശയെല്ലാം പറഞ്ഞ് പൊട്ടിച്ചിരിക്കലാണ് പണി. അങ്ങനെ അവർ പോയി. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങനെ ചായ കുടിച്ച് മക്കളൊക്കെ അതിനുള്ളിൽ ചായ കുടിച്ചിരുന്നു. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ. ഏതായാലും അങ്ങേക്ക് വരുമ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ. പിന്നെ ടൗണിൽ ഇറങ്ങിയിട്ട് സാധനം വാങ്ങുന്ന വീഡിയോയിൽ എടുക്കാൻ മറന്നു വരും, സോറി.